SSLC മാത്സിന്റെ രണ്ടാമത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത് നാലാമത്തെ ചാപ്റ്ററായ മാത്തമെറ്റിക്സ് ഓഫ് ചാൻസ് ആണ്, അഥവാ പ്രോബിലിറ്റി. ഓക്കെ, നമുക്ക് സമയം കളയേണ്ട നേരെ ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുൻപായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒന്നാമത്തെയും മൂന്നാമത്തെയും പാഠങ്ങളായിരുന്നു. അതായത് അരിത്തമെറ്റിക് സീക്വൻസും അതുപോലെ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര എന്ന് പറയുന്ന പാഠം. അതിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സിലായാലും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോയുടെ താഴെ, അതായത് ക്ലാസ്സിന്റെ താഴെ കമന്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സുകളിൽ അതെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത എത്ര ശതമാനം സാധ്യതയുണ്ട്, ശതമാനത്തിൽ പറയാം, അല്ലെങ്കിൽ വാല്യൂ ആയിട്ട് ഡെസിമലായിട്ടും പറയാം. നമ്മൾ ഈ പാഠത്തിൽ ശതമാനത്തിലല്ല, ജസ്റ്റ് വാല്യൂ ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. പ്രോബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലായിരിക്കും. നിങ്ങൾ അറിയേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കണക്ക് ചെയ്ത് വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും 0യേക്കാളും ചെറിയ വാല്യൂ, അതായത് മൈനസ് വാല്യൂ ഉത്തരം കിട്ടുന്നുണ്ടെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഒന്നിനേക്കാളും വലിയ സംഖ്യ, ഒരു 1.1 എന്നോ അല്ലെങ്കിൽ ഫ്രാക്ഷനിലാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ, നമ്മളിപ്പോൾ ഡെസിമലാക്കത്തില്ല, നമ്മൾ ഈ പാഠത്തിൽ എല്ലാ ക്വസ്റ്റിനും ഫ്രാക്ഷനിലാണ് ഉത്തരം എഴുതുന്നത്. ഫ്രാക്ഷൻ ഉത്തരം എഴുതുന്ന സമയത്ത് 1/2, 3/4 ഇങ്ങനെയുള്ള പ്രോപ്പർ ഫ്രാക്ഷനാണ് ഉത്തരം കിട്ടുന്നത്. അതായത് ഡിനോമിനേറ്റർ വലുതും ന്യൂമറേറ്റർ ചെറുതുമായിരിക്കും. മുകളിൽ എഴുതുന്ന സംഖ്യ എന്തായിരിക്കും? എപ്പോഴും താഴത്തേതിനേക്കാളും ചെറുതായിരിക്കും. അഥവാ നിങ്ങൾ ചെയ്തു വന്നപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് 4/3 ഇങ്ങനെ ഒരു ഉത്തരം കിട്ടി എന്ന് കരുതുക. ഓക്കെ, മുകളിലുള്ള സംഖ്യ വലുതും താഴെയുള്ള സംഖ്യ ചെറുതും ഇങ്ങനെ കിട്ടിയതിന്റെ അർത്ഥം ഇതിന്റെ വാല്യൂ ഒന്നിനേക്കാളും മേളിലായിരിക്കും. ഓക്കെ, അതായത് ഈ ചെയ്ത ഉത്തരം എന്തായിരിക്കും? തെറ്റായിരിക്കും. പ്രോബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും 0നും 1നും ഇടയിൽ മാത്രമേ വരത്തുള്ളൂ. ഇനി എപ്പോൾ 0 വരും, എപ്പോൾ 1 വരും നോക്കാം. ഒരു കാര്യം നടക്കത്തേ ഇല്ല എന്ന് വയ്ക്കുക. അതായത് ഒരു ഉദാഹരണത്തിന്, ഒരു പാത്രത്തിനകത്ത് 5 റെഡ് ബോൾ, 5 ചുവന്ന പന്തുകൾ ഇരിപ്പുണ്ട്. എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു കറുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത എത്ര? ഓക്കെ, ഇതിനകത്ത് കറുത്ത പന്തുണ്ടോ? ഇല്ല. ഇതിനകത്ത് ആകെപ്പാടെ ചുവന്ന പന്തുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് കറുത്ത പന്ത് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി എപ്പോഴാണ് പ്രോബിലിറ്റി 1 വരുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് ചുവന്ന പന്ത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇതിൽ നിന്ന് ഒരു ചുവന്ന പന്ത് കിട്ടാനുള്ള സാധ്യത എത്ര? ഓക്കെ, അപ്പോൾ ചുവന്ന പന്ത് എത്ര ഉണ്ട്? 5. ആകെ എത്ര പന്തുണ്ട്? 5. 5/5 എത്ര? 1. അതായത് ഷുവർ ഇവന്റിന് ഉറപ്പായിട്ടും സംഭവിക്കും എന്നുള്ള കാര്യത്തിന്റെ പ്രോബിലിറ്റി എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ള കാര്യത്തിന്റെ പ്രോബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. രണ്ട് കാര്യം ക്ലിയർ ആണല്ലോ. നമുക്കുള്ള ചോദ്യങ്ങളെല്ലാം ഇതിന്റെ ഇടയിൽ വരുന്ന ഉത്തരങ്ങളായിരിക്കും. ഓക്കെ, ഇനി ഒന്നാമതായിട്ട് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് കോയിൻ പഠിക്കാനായിട്ടുണ്ട്, ഡയസ് പഠിക്കാനായിട്ടുണ്ട്, പിന്നെ കുറച്ച് ബോക്സിനകത്ത് പേപ്പർ സ്ലിപ്പ് എഴുതിയിട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ബോളുകൾ, റെഡ് ബോൾ ഇരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ബീഡ് ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ കുട്ടികൾ ഇരിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന വേറൊരു കാറ്റഗറി ചോദ്യങ്ങൾ. ഇതിലാദ്യം കോയിൻ പഠിക്കുന്ന സമയത്ത് 1 കോയിൻ, 2 കോയിൻ, 3 കോയിൻ, ഈ 3 കണ്ടീഷൻസ് നമ്മൾ ഓർമ്മിച്ചിരിക്കണം. ഓക്കെ, 1 കോയിൻ എറിയുമ്പോൾ എന്തൊക്കെ വരാം, എന്തൊക്കെ ഔട്ട്കം വരാം? ഒന്നുകിൽ അതിൽ ഹെഡ് വരാം, അല്ലെങ്കിൽ ടെയിൽ വരാം. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ സാമ്പിൾ സ്പേസ് അഥവാ സാമ്പിൾ സെറ്റ് എന്നൊക്കെ വിളിക്കും. ജസ്റ്റ് ഇത്ര അറിയാം, 1 കോയിൻ എറിയുമ്പോൾ എന്തൊക്കെ ഇവന്റുകൾ സംഭവിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് കിട്ടാം, അതാണ് പറയുന്നത്. ഹെഡ് വരാം, അല്ലെങ്കിൽ ടെയിൽ വരാം. ഓക്കെ, 2 കോയിനാണ് എറിയുന്നതെങ്കിലോ ആദ്യത്തെ കോയിനിൽ ഹെഡ് വരുന്ന സമയത്ത് രണ്ടാമത്തെ കോയിനിലും ഹെഡ് വരാം, അല്ലെങ്കിൽ ആദ്യത്തെ കോയിനിൽ ഹെഡ് വരുമ്പോൾ രണ്ടാമത്തെ കോയിനിൽ ടെയിൽ വരാം. ഇനി ആദ്യത്തെ കോയിനിൽ ടെയിൽ വന്ന് രണ്ടാമത്തേതിൽ ഹെഡ് വരാം, ആദ്യത്തേലും രണ്ടാമത്തേലും ടെയിൽ വരാം. ഓക്കെ, 4 ഇവന്റുകൾ അതിനകത്ത് ഉണ്ടായിരിക്കും. ഇത് കാണാതെ ഓർത്തിരിക്കുക. ഹെഡ് ഹെഡ്, ഹെഡ് ടെയിൽ, ടെയിൽ ഹെഡ്, ടെയിൽ ടെയിൽ. ക്ലിയർ അല്ലേ? ഇനി 3 കോയിൻ ടോസ് ചെയ്താൽ, 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ 2 പേരാണ് ഉണ്ടായിരുന്നത്, ഇവിടെ 4 പേര് വന്നു, അടുത്തതിൽ 8 പേര് വരും. ഇരട്ടിച്ചെടുത്താൽ മതി, 8 പേര് വരും. ഓക്കെ, അത് എഴുതാനായിട്ട് എളുപ്പത്തിന് ആദ്യം 3 ഹെഡ് എഴുതുക. ഓക്കെ, അടുത്തായിട്ട് 2 ഹെഡും 1 ടെയിലുള്ള ആളിനെ എഴുതുക. ആദ്യം 3 ഹെഡിൻ്റെ എഴുതുക, പിന്നെ 2 ഹെഡ് എഴുതുക, പിന്നെ 1 ഹെഡ് എഴുതുക, പിന്നെ ഹെഡ് ഇല്ലാത്തത് എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യം 3 ഹെഡ് എഴുതി, പിന്നെ 2 ഹെഡ് 1 ടെയിൽ എഴുതി. ഈ ടെയിലിനെ ഒരു പ്ലേസ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഹെഡ്, ടെയില്, ഹെഡ്. വീണ്ടും ഒരു പ്ലേസ് ഷിഫ്റ്റ് ചെയ്യുക. ടെയില്, ഹെഡ്, ഹെഡ്. ഓക്കെ, ഇങ്ങറ്റത്ത് എഴുതി തുടങ്ങി, ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങേറ്റത്ത് എത്തിയില്ലേ? അപ്പോൾ അതായിട്ട് കണ്ടീഷൻ തീർന്നു. ഇനി 1 ഹെഡുള്ള ആളിനെ എഴുതാം. അപ്പോൾ ബാക്കി 2 എന്തായിരിക്കും? ടെയിലായിരിക്കും. ഈ ഹെഡിനെ ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പുറത്ത് വരുമ്പോൾ ടെയില്, ഹെഡ്, ടെയിൽ. വീണ്ടും ഒരു പ്ലേസ് ഷിഫ്റ്റ് ചെയ്യുക. ടെയില്, ടെയില്, ഹെഡ്. നോക്കിയേ, ഇങ്ങനത്തെ നിന്ന് ഹെഡ് തുടങ്ങി ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് എത്തിയില്ലേ? അത് കണ്ടീഷൻ കഴിഞ്ഞു. ഇനി 3 ടൈലുള്ള ആൾക്കാരെ എഴുതാം. ഓക്കെ, ഇങ്ങനെ ഒരു ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എണ്ണി എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവരും എഴുതുന്നത് ചുമ്മാ നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്നത് ഹെഡ്, ടെയിൽ, ഹെഡ് അങ്ങനെ കുറേ എഴുതി പോകും. അപ്പോൾ ഏതെങ്കിലും ഒരാൾ നമുക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ചെറിയൊരു ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഓർഡർ എഴുതി ശീലിക്കുക. ആദ്യം 3 ഹെഡുള്ള ആൾക്കാരെ എഴുതി, അതിനുശേഷം 2 ഹെഡുള്ള ആൾക്കാരെ എഴുതി,
അതിനുശേഷം ഒരു ഹെഡുള്ള ആൾക്കാർ എഴുതി, അതിനുശേഷം ഹെഡ് ഇല്ലാത്ത ആൾക്കാർ എഴുതി. ഓക്കെ, ഇത്രയുമാണ് കോയിൻ്റെ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത് ഡയസ് ആണെങ്കിൽ ഒരു ഡയസ് എറിഞ്ഞാലും രണ്ട് ഡയസ് എറിഞ്ഞാലും, ഒരു ഡയസ് എറിഞ്ഞാൽ, ഡയസ് എന്ന് പറയുമ്പോൾ നമ്മൾ പാമ്പ് കട്ടയെ കളിച്ചിട്ടില്ലേ, അതിലുള്ള ആ കട്ട, ഇത് 1 മുതൽ 6 വരെയുള്ള നമ്പറാണ് അതിലുള്ളത്. സോ 1 2 3 4 5 6, ഇതാണ് ഒരു ഡയസ് എറിഞ്ഞാലുള്ള കണ്ടീഷൻ. ഇനി രണ്ട് ഡയസ് എറിഞ്ഞാലോ ഒരു അത്യാവശ്യം വലിയ സാമ്പിൾ സെറ്റാണ് വരുന്നത്. ആദ്യത്തെ ഡയസിൽ 1 കിട്ടുമ്പോൾ രണ്ടാമത്തേതിൽ 1 കിട്ടാം, ആദ്യത്തേൽ 1 കിട്ടുമ്പോൾ രണ്ടാമത്തെ ഡയസിൽ 2 കിട്ടാം. അപ്പോൾ 1 കിട്ടുമ്പോൾ രണ്ടാമത്തേതിൽ 3 കിട്ടാം, 1 കിട്ടുമ്പോൾ 4 കിട്ടാം, 1 കിട്ടുമ്പോൾ 5 കിട്ടാം, 1 കിട്ടുമ്പോൾ 6 കിട്ടാം. അതായത് ആദ്യത്തെ ഡയസിൽ 1 കിട്ടുമ്പോൾ രണ്ടാമത്തെ ഡയസിൽ 1 2 3 4 5 6 ഇതിൽ ആര് വേണം വരാം. ഇതുപോലെ ആദ്യത്തെ ഡയസിൽ 2 കിട്ടുമ്പോൾ രണ്ടാമത്തേൽ 1 കിട്ടാം, രണ്ടാമത്തേൽ 2 കിട്ടാം, രണ്ടാമത്തേൽ 3 കിട്ടാം, 4 കിട്ടാം, 5 കിട്ടാം, 6 കിട്ടാം. അതുപോലെ 3 കിട്ടുമ്പോൾ സെയിം ആൾക്കാർ ഇതുപോലെ എഴുതുക, 4 കിട്ടുമ്പോൾ ഇതുപോലെ എഴുതുക, 5 കിട്ടുമ്പോഴും 6 കിട്ടുമ്പോഴും, അങ്ങനെ അവസാനം 6,6 വരെ വരും. അതായത് ഇതിനകത്ത് മൊത്തം 36 ആൾക്കാർ കാണും. ഓക്കെ, ഇതിനകത്ത് മൊത്തം ഒരു വരിയിൽ 6 പേരുണ്ട്, അങ്ങനെ 1 2 3 4 5 6 വരിയുണ്ട്. സോ 6 × 6 36 ആൾക്കാർ കാണും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോയിൻ എറിഞ്ഞാൽ ആരൊക്കെ വരും, 2 കോയിൻ എറിഞ്ഞാൽ 3 കോയിൻ എറിഞ്ഞാൽ, അതുപോലെ ഒരു ഡയസ് 2 ഡയസ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നമുക്കിതിൻ്റെ ബേസിക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ പറഞ്ഞിട്ട് ബാക്കി മോഡലിലേക്ക് പോകാം. ഒന്നാമതായിട്ട് ഞാൻ ഒരു കോയിൻ്റെ കണ്ടീഷൻ എടുക്കുന്നു. ഒരു കോയിൻ എറിയുമ്പോൾ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്ര? ചാൻസ് കണ്ടുപിടിക്കാനായിട്ട് ഇത്രയേ ഉള്ളൂ. ഏത് തരത്തിലുള്ള ചോദ്യം വന്നാലും പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ആവശ്യമുള്ളത് അഥവാ ഫേവറബിൾ ഡിവൈഡ് ബൈ ടോട്ടൽ. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് എത്ര എണ്ണമുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ശരിക്കും സെൻസർ അങ്ങനെയാണ്, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇനി അത്ര നീളത്തിൽ നമുക്ക് അറിയേണ്ട ഫേവറബിൾ ബൈ ടോട്ടൽ, ഇത്ര സിമ്പിളായിട്ട് അറിഞ്ഞാൽ മതി. നമുക്ക് ആവശ്യമുള്ള ആൾക്കാർ എത്ര എണ്ണമുണ്ട് ഡിവൈഡ് ബൈ അതിൽ മൊത്തം എത്ര പേരുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കോയിൻ എറിയുമ്പോൾ ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? അതിൽ എത്ര ഹെഡ് ഉണ്ട്? ഒരു ഹെഡ്. മൊത്തം എത്ര പേരുണ്ട്? 2 പേര്. അപ്പോൾ ആൻസർ എത്രയാണ്? 1/2. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ ഒരു കോയിൻ എറിയുമ്പോൾ ടൈല് കിട്ടാനുള്ള ചാൻസ് ചോദിച്ചാലോ എത്ര ടൈലുണ്ട്? ഒരു ടൈല്. മൊത്തം എത്ര ആൾക്കാരുണ്ട്? 2 പേര്. സോ 1/2. ക്ലിയർ അല്ലേ? അടുത്തായിട്ട് 2 കോയിൻ എറിയുമ്പോഴോ, 2 കോയിൻ എറിയുമ്പോൾ ഒരു ടൈല് കിട്ടാനുള്ള ചാൻസ് എത്ര? ഒരു ടൈല്. ഇവിടെ ടൈലില്ല, ഇവിടെ ഒരു ടൈലേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന്, ഇവിടെയും ഒരു ടൈലേ ഉള്ളൂ, ഇതൊന്ന്. ഇവിടെ 2 ടൈലാണ്. എൻ്റെ ചോദ്യം എന്തായിരുന്നു? ഒറ്റ ടൈല് മതി, എനിക്ക് ഒരു ടൈല് മതി. അപ്പോൾ ഈ 2 പേരല്ലേ എൻ്റെ കയ്യിലുള്ളൂ. എനിക്ക് ആവശ്യമുള്ളത് ഈ 2 പേരെയാണ്. ഡിവൈഡ് ബൈ മൊത്തം എത്ര പേരുണ്ട്? 4 പേരുണ്ട്. 2/4. വെട്ടി ചെറുതാക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക? വെട്ടി ചെറുതാക്കുക. 2 ടേബിളിൽ 1/2 എന്ന് ആൻസർ കിട്ടും. ഇനി 2 കോയിൻ ഞാൻ ടോസ് ചെയ്തു, രണ്ടും ഹെഡ് കിട്ടണം. ഓക്കെ, ബോത്ത് ടോസസ് ആർ ഹെഡ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ രണ്ടും ഹെഡുള്ള എത്ര പേരുണ്ട്? ഒരു ഒറ്റ ആളല്ലേ ഉള്ളൂ, 1/, മൊത്തം 4 പേരുണ്ട്. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? 1/4. ഓക്കെ, അങ്ങനെയെങ്കിൽ 3 കോയിൻ്റെ കേസിലാണെങ്കിൽ ഞാനിത് 2 മാറ്റുവാണ്, ആദ്യത്തെ 2 മാറ്റുവാണ്. 3 കോയിൻ എറിയുമ്പോൾ എൻ്റെ ചോദ്യം 2 ടൈല് കിട്ടാനുള്ള ചാൻസ് എത്ര? 2 ടൈലാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എങ്ങനെ 2 ടൈലില്ല, ഇവിടെ 2 ടൈലുണ്ട്, 2 ടൈല് 2 ടൈല്. സോ 2 ടൈലുള്ള എത്ര പേരുണ്ട്? 3 പേരുണ്ട്. ഡിവൈഡ് ബൈ മൊത്തം എത്ര പേരുണ്ട്? 8 പേരുണ്ട്. 3 ടൈലാകാനുള്ള ചാൻസ് വെച്ചാലോ 3 ടൈലുള്ള ഒരാളേ ഉള്ളൂ, മൊത്തം എത്ര പേരുണ്ട്? 8 പേരുണ്ട്. ഒരു ഹെഡ് എന്ന് പറഞ്ഞാലോ ഒരു ഹെഡ് ഉള്ളത് ഇവർ 3 പേരും തന്നെയാണ്. ഇല്ല, ഇവിടെ 2 ഹെഡ് ഉണ്ട്, ഇവിടെ 3 ഹെഡ് ഉണ്ട്, ഇവിടെ ഹെഡ് ഇല്ല. അപ്പോൾ ഇവിടെ 3 പേർക്കാണ് ഒരു ഹെഡ് ഉള്ളത്. 3/, ആകെ 8. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോൾ കോയിൻ്റെ കേസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഡയസിൻ്റെ. ഡയസിനകത്ത് നമ്പറുകളായതുകൊണ്ട് കോയിലിൻ്റെ ഹെഡും ടൈലും ആയതുകൊണ്ട് എപ്പോഴും ഹെഡ് വരാം, ടൈല് വരാം, അങ്ങനെ തന്നെ ചോദിക്കും. ഡയസ് ആയതുകൊണ്ട് ഇതിനകത്ത് ഓഡ് നമ്പർ എല്ലാവർക്കും അറിയാം, 1 3 5. ഇതിനകത്ത് ഇപ്പോൾ അത്രേ ഉള്ളൂ ഓഡ് നമ്പർ. ഇനി ഈവൻ നമ്പർ 2 4 6. അതുപോലെ പ്രൈം നമ്പർ ചോദിക്കാം. പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ 2 3 5 ഇതാണ് പ്രൈം നമ്പർ. 2 3 5. ഓക്കെ, ഞാൻ ഡയസിനകത്തുള്ള കാര്യം മാത്രമാണ് പറയുന്നത്, മൊത്തത്തിലുള്ള എല്ലാ. ഡയസിനകത്ത് 2 3 5. ഇനി അതുപോലെ പെർഫെക്റ്റ് സ്ക്വയർ ചോദിക്കാം. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ ഏതെങ്കിലും സംഖ്യയുടെ സ്ക്വയർ ആയിട്ട് വരുന്ന നമ്പർ. അത് 1ന്റെ സ്ക്വയർ എത്രയാണ്? 1. അതുപോലെ 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. അതുപോലെ 3ന്റെ സ്ക്വയർ എത്രയാണ്? 9. പക്ഷെ 9 എവിടെ ഇല്ല? ഇതിനകത്തില്ല. അപ്പോൾ 2 പേരേ ഉള്ളൂ, 1 4. ഓക്കെ, ഇത്രയുമൊക്കെയാണ് ബേസിക് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ
ഓഡ് നമ്പർ ചോദിക്കാം, ഈവൻ നമ്പർ ചോദിക്കാം, പ്രൈം നമ്പർ ചോദിക്കാം, പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ, ഞാൻ ഇതിനകത്ത് എൻ്റെ കയ്യിൽ ഒരു ഡൈസ് ഞാൻ ടോസ് ചെയ്തു. എനിക്ക് കിട്ടിയ സംഖ്യ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള സാധ്യത എത്ര? പെർഫെക്റ്റ് സ്ക്വയർ ആരൊക്കെയാണ് ഇതിൽ? 1 ഉം 4. 2 പേരല്ലേ ഉള്ളത്? 2 ബൈ മൊത്തം എത്ര പേരുണ്ട്? 6 പേര്. ഓക്കെ, ഇനി ഇതിൽ കിട്ടിയൊരു സംഖ്യ പ്രൈം ആവാനുള്ള സാധ്യത ചോദിച്ചാലോ? പ്രൈം എത്ര പേരുണ്ട്? 2, 3, 5. 3 പേരുണ്ട്. ആകെ എത്ര പേരുണ്ട്? 6 പേര്. സോ ഉത്തരം 3/6. ക്ലിയർ അല്ലേ? ഇനി അടുത്തായിട്ട് 2 ഡൈസ് അറിഞ്ഞാൽ. ഓക്കെ, 2 ഡൈസ് അറിയുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഒരുപാട് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. അതായത് 2 ഡൈസിലും സെയിം നമ്പർ വരണം എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. സോ 1 1 2 2, അതുപോലെ ഇവിടെ 3 3 വരും, 4 4 വരും, 5 5 വരും, 6 6 വരും. 6 പേരുണ്ട്. അപ്പോൾ 6 മൊത്തം എത്ര പേരുണ്ട്? 36. അതുപോലെ ഈ 2 പേര് തമ്മിൽ കൂട്ടുമ്പോൾ 3 കിട്ടണം എന്ന് പറഞ്ഞ് ചോദിക്കാം. അങ്ങനെയെങ്കിൽ കൂട്ട് നോക്കുക. ഇവിടെ 1 2 കൂട്ടിയാൽ 3 ആണ്, 2 1 കൂട്ടിയാൽ 3 ആണ്. വേറെ ആരെയും കൂട്ടിയാൽ 3 കിട്ടത്തില്ല. അപ്പോൾ ഇവർ 2 പേരെ എടുക്കുക. 2/36. ഇതിനകത്ത് പ്രോഡക്റ്റ് ഇന്ന നമ്പർ ആകണം എന്ന് പറഞ്ഞ് ചോദിക്കാം. പ്രോഡക്റ്റ് 7നേക്കാൾ വലുതാകണം എന്ന് പറഞ്ഞ് ചോദിക്കാം. പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. എങ്ങനെ ചോദിച്ചാലും ജസ്റ്റ് അവരെന്താണ് പറഞ്ഞത് ചെയ്ത് നോക്കാം. സം എടുക്കുമ്പോൾ ഇത്ര നമ്പർ വരണം, ഇപ്പോൾ സം എടുക്കുമ്പോൾ 6 വരണം എന്നാണെങ്കിൽ നിങ്ങളിത് നോക്കുക. കൂട്ടുമ്പോൾ 6 കിട്ടുന്ന ആരൊക്കെ ഉണ്ട്? ഓക്കെ, അവരുടെ എണ്ണം എടുക്കുക. ഇപ്പോൾ ഗുണിക്കുമ്പോൾ 8 കിട്ടണം എന്നാണെങ്കിൽ ഇതിനകത്ത് ഗുണിക്കുമ്പോൾ 8 കിട്ടുന്ന ആരൊക്കെ ഉണ്ടെന്ന് നോക്കുക. അവരുടെ എന്തെടുക്കുക? എണ്ണം എടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ലോജിക്ക്. അപ്പോൾ നമ്മൾ കോയിൻ 2 കോയിൻ്റെ കാര്യം പറഞ്ഞു, 2 ഡയസിൻ്റെ കാര്യം, 3 കോയിൻ്റെ കാര്യവും പറഞ്ഞു, 2 ഡയസിൻ്റെ കാര്യവും പറഞ്ഞു. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് ഇത്. ഇനി നമുക്ക് ബോക്സിനകത്ത് മുത്തിട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ എന്തെങ്കിലും പേപ്പർ സ്ലിപ്പ് എഴുതി കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ചോദ്യങ്ങൾ. ഒരു ബോക്സിനകത്ത് 2 റെഡ് ബോളും ഉണ്ട്, 3 ബ്ലാക്ക് ബോളും ഉണ്ട്. 2 ചുവന്ന പന്തുമുണ്ട്, 3 നീല ബ്ലാക്ക് അല്ലേ പറഞ്ഞത്, കറുത്ത പന്തുമുണ്ട്. ഇതിൽ നിന്ന് റെഡ് കിട്ടാനുള്ള സാധ്യത എത്ര ചോദിച്ചു കഴിഞ്ഞാൽ, റെഡ് കിട്ടാനുള്ള സാധ്യത റെഡ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. മൊത്തം എത്ര പന്തുണ്ട്? 2 3 5 എണ്ണം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. 2/5. ബ്ലാക്ക് കിട്ടാനുള്ള സാധ്യത ചോദിച്ചാലോ? ബ്ലാക്ക് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. ആകെ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. സോ ഉത്തരം 3/5. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഡൈസ് പഠിച്ചു, കോയിൻ പഠിച്ചു, അല്ലാതെ വരുന്ന സ്പെഷ്യൽ കേസ് പഠിച്ചു. ഇനി നമ്മൾ ഒരു 2-3 വാക്കുകൾ അറിഞ്ഞിരിക്കുക. ആൻഡ് വന്നാൽ എന്ത് ചെയ്യണം? ഓറ് വന്നാൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്ന് കുറേ കുട്ടികൾ ഇരിപ്പുണ്ട്. എനിക്ക് അതിൽ നിന്ന് 2 പേരുടെ ടീം ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ്സിൽ ബോയ്സും ഇരിക്കുന്നുണ്ട്, ഗേൾസും ഇരിക്കുന്നുണ്ട്. എനിക്ക് 2 പേരുടെ ടീം ക്രിയേറ്റ് ചെയ്യണം. അതിൽ ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം. 2 ബോയ് ആവണം, അല്ലെങ്കിൽ ഒരാൾ ബോയ് ആവണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അതിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ നിരത്തി എഴുതേണ്ട അവസ്ഥ ഉണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബോയ് എങ്കിലും വേണമെന്ന് പറയും. ഓക്കെ, ഒരു ബോയ് എങ്കിലും, അതായത് അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒരു ബോയ് എങ്കിലും. അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറയുമ്പോൾ ഒരു ബോയ് ആവാം, അല്ലെങ്കിൽ 2 ബോയ് ആവാം, 3 ബോയ് ആവും. 1 മുതൽ അങ്ങോട്ടുള്ള എത്ര നമ്പർ വേണോ വരാം. ഇപ്പോൾ ഞാൻ 3 പേരുള്ള ഒരു കൂട്ടമാണ് സെലക്ട് ചെയ്യുന്നത്, 3 പേരുടെ ടീമാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒരു ബോയ് എങ്കിലും വേണം. ഇത്രയും മീനിങ് എടുത്താൽ മതി. അറ്റ്ലീസ്റ്റ് 10 റുപ്പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 രൂപ എങ്കിലും തരുന്നതാണ്. 10 രൂപ എങ്കിലും എന്ന് പറയുമ്പോൾ എന്താണ്? കൂടുതൽ കിട്ടിയാലും പ്രശ്നമില്ല, അതിനേക്കാളും കുറയാനായിട്ട് പാടില്ല. ഇവിടെ അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറയുമ്പോൾ ഒരു ബോയ് എങ്കിലും വേണം, അതിനേക്കാളും കൂടുതലായാലും കുഴപ്പമില്ല. ഒരു ബോയ് ആവാം, 2 ബോയ് ആവും, വേണമെങ്കിൽ 3 പേരും ബോയ് ആവാം. അറ്റ്ലീസ്റ്റ് 2 ബോയ് എന്ന് പറഞ്ഞാലോ മിനിമം 2 പേര് വേണം. എത്ര ആയാലും കുഴപ്പമില്ല, 3 പേരല്ലേ മൊത്തം വേണ്ടത്, 3 ആയാലും കുഴപ്പമില്ല. ഇനി അറ്റ്മോസ്റ്റ് ഒന്നും അങ്ങനെ വരാറില്ല, എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അറ്റ്മോസ്റ്റ് 2 ബോയ്, മാക്സിമം എത്ര വരാവും? 2 ബോയ് വരെ വരാവും. അതായത് 2 ബോയ് ആവാം, അല്ലെങ്കിൽ 1 ബോയ് ആവാം, അല്ലെങ്കിൽ ബോയ് ഇല്ല അധികം ഇരിക്കാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് അറ്റ്മോസ്റ്റ് ഓപ്പോസിറ്റ് സംഭവങ്ങളാണ്. അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ 2 എങ്കിലും, 2 3 4 മേളിലോട്ട് പോകാം. അറ്റ്മോസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ മാക്സിമം 2 വരെ, 2 1 0 താഴോട്ട് വരാം. ഓക്കെ, ഇനി എക്സാക്ട്ലി 2 എന്ന് പറഞ്ഞാലോ? എക്സാക്ട്ലി 2, കൃത്യം 2 പേര് എന്ന് പറയുമ്പോൾ 2 പേരുള്ള കണ്ടീഷൻ മാത്രമേ എടുക്കത്തുള്ളൂ. ഈ അറ്റ്ലീസ്റ്റിന്റെ ചോദ്യങ്ങളും അറ്റ്മോസ്റ്റിന്റെ ചോദ്യങ്ങളും വരുന്ന സമയത്ത് നമുക്ക് ഈ പല പല കണ്ടീഷൻസ് ഒരുമിച്ച് ചേർക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിനിടയിലൊക്കെ നമുക്ക് എവിടെയാണോ പ്ലസ് ആൻഡ് എന്ന് പറയുന്ന വാക്ക് വരുന്നത്, നമ്മൾ മീനിങ് എടുക്കുമ്പോൾ ആൻഡ് എന്ന് പറയുന്ന വാക്ക് വരുന്നിടത്ത് ഏത് ചിഹ്നം യൂസ് ചെയ്യുക? ആൻഡിന് പകരമായിട്ട് ഇൻറ്റു യൂസ് ചെയ്യുക. അതുപോലെ ഓർ എന്ന് പറയുന്നത് വരുന്നിടത്ത് എന്ത് യൂസ് ചെയ്യുക? പ്ലസ് യൂസ് ചെയ്യുക. 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ആൻഡ് എന്ന് പറയുന്ന മീനിങ് വരുന്നിടത്ത് ഇൻറ്റു യൂസ് ചെയ്യുക, ഓർ എന്ന് പറയുന്ന മീനിങ് വരുന്നിടത്ത് പ്ലസ് യൂസ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കോയിൻ്റെത്, ഡയസിൻ്റെത്, പിന്നെ ജസ്റ്റ് ബോക്സിനകത്ത് കുറച്ച് സാധനങ്ങൾ വെച്ചു എന്നുള്ളത്.
ഇത് കുറച്ച് കൺഫ്യൂസിങ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഈ അറ്റ്ലീസ്റ്റിൻ്റെ കഥ മനസ്സിലാവാനായിട്ട് ഞാൻ ടെക്സ്റ്റിലുള്ള ഒരു ചോദ്യം എടുത്തിരിക്കുന്നത് ഇവിടെ കാണുന്നത് പോലെ there are 30 boys and 20 girls in class 10A. 10Aയിൽ എത്ര ബോയ്സ് ഉണ്ട്? 30 ബോയ്സും ഉണ്ട്, 20 ഗേൾസും ഉണ്ട്. അതുപോലെ 15 ബോയ്സ് ആൻഡ് 25 ഗേൾസ്, 15 ബോയ്സും 25 ഗേൾസും എവിടെയുണ്ട്? 10Bയിലും ഉണ്ട്. വൺ സ്റ്റുഡൻറ് ഈസ് ടു ബി ചൂസൺ ഫ്രം ഈച്ച് ക്ലാസ്. ഓരോ ക്ലാസ്സിൽ നിന്നും എന്ത് ചെയ്യണം? ഓരോ കുട്ടികളെ വീതം സെലക്ട് ചെയ്യണം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? അങ്ങനെ രണ്ടും ഗേൾ ആവാനുള്ള സാധ്യത എത്ര? അതായത് ആദ്യത്തതും ഗേൾ കിട്ടണം ആൻഡ് രണ്ടാമത്തതും ഗേൾ കിട്ടണം. ഓക്കെ, അതായത് ഗേൾ എയിൽ നിന്ന് കിട്ടണം, അതുപോലെ തന്നെ ഗേൾ ബിയിൽ നിന്ന് കിട്ടണം. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? 10Aയിൽ 30 ബോയ്സ് ഉണ്ട്, 20 ഗേൾസ് ഉണ്ട്. 10Bയിൽ 15 ബോയ്സ് ഉണ്ട്, 25 ഗേൾസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ചോദ്യം പറഞ്ഞിരിക്കുന്നത് എയിൽ നിന്ന് 10Aയിൽ 2 പേരെ സെലക്ട് ചെയ്തു, 2 കുട്ടികളെയാണ് സെലക്ട് ചെയ്തത്. അത് 2 പേരും ഗേൾ ആവണം. അതായത് 2 പേരെ സെലക്ട് ചെയ്യുന്നത് ഒരാൾ ഈ ക്ലാസ്സിൽ നിന്നും ഒരാൾ ഈ ക്ലാസ്സിൽ നിന്നുമാണ്. അപ്പോൾ ഇതിൽ നിന്നും ഗേൾ കിട്ടണം, അതുപോലെ ഇതിൽ നിന്നും ഗേൾ കിട്ടണം. ക്ലിയർ ആണോ? നമുക്ക് ആദ്യം ഇതിനകത്ത് നിന്ന് ഓരോരുത്തരുടെയും കണ്ടീഷൻസ് കണ്ടുപിടിക്കാം. 10Aയിൽ നിന്ന് ബോയ്സിനെ കിട്ടാനുള്ള പ്രോബിലിറ്റി P of B എന്ന് പറയുന്നത് എത്ര ബോയ്സ് ഉണ്ട്? 30 പേരുണ്ട്. മൊത്തം 30, 20, 50 പേരുണ്ട്. അതായത് 3/5. P of ഗേൾ എന്ന് പറയുന്നതോ മൊത്തം 20 ഗേൾസ് ഉണ്ട്, ആകെ 50 പേരുണ്ട്. അതായത് 2/5. ഇവിടെ 10Bയിൽ നിന്ന് ബോയ് കിട്ടാനുള്ള ചാൻസ് 15 ബോയ്സ് ഉണ്ട്, മൊത്തം 20, 30, 40 പേരുണ്ട്. സോ 5 ടേബിളിൽ ഡിവൈഡ് ചെയ്യാം, 3 പ്രാവശ്യം, 8 പ്രാവശ്യം. അതുപോലെ P of ഗേൾസ് എന്ന് പറയുന്നത് 25/40, അതായത് 5/8. ഓക്കെ, പ്രോബിലിറ്റീസ് അല്ല നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താണ്? P of ബോത്ത് എന്താവണം? ഗേൾ ആവണം. 2 പേരും ഗേൾ ആയിരിക്കണം. അപ്പോൾ ഗേൾ ഫ്രം എ ആൻഡ് ഗേൾ ഫ്രം ബി. ഓക്കെ, എയിൽ നിന്ന് ഗേൾ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 2/5. ആൻഡ് അല്ലേ വരുന്ന ഇടയിൽ ഉപയോഗിക്കേണ്ട ചിഹ്നം ഇൻറ്റു. ബിയിൽ നിന്ന് ഗേൾ കിട്ടാനുള്ള ചാൻസോ 5/8. ഇവിടെ ഇതും നമുക്ക് വെട്ടിക്കളയാം. ബാക്കി 2ഉം 8ഉം 2 ടേബിൾ വെട്ടാം. ആൻസർ 1/4 എന്ന് കിട്ടും. ഓക്കെ, അതിലെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? 2 പേരും ബോയ് ആയിരിക്കണം. അതായത് എയിൽ നിന്നും ബോയ് കിട്ടണം ആൻഡ് മീൻസ് അതിന്റെ കൂടെയാണ് നമുക്ക് വേണ്ടത് ബിയിൽ നിന്നും ബോയ് കിട്ടണം. അപ്പോൾ എയിൽ നിന്ന് ബോയ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 3/5. ആൻഡ് അല്ലേ ഉപയോഗിക്കേണ്ട ചിഹ്നം ഇൻറ്റു. ബിയിൽ നിന്ന് ബോയ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 3/8. 3 × 3 9/5, 5 × 8 40. സിമ്പിൾ അല്ലേ? 9/40 വരും. ഓക്കെ ആണോ? അടുത്ത് മൂന്നാമത്തെ ചോദ്യം. 1 ബോയ് ആൻഡ് 1 ഗേൾ. ഒരു ബോയും കിട്ടണം, ഒരു ഗേളും കിട്ടണം. എവിടെ നിന്ന് ബോയ് കിട്ടണം, എവിടെ നിന്ന് ഗേൾ കിട്ടണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ബോയ് ഫ്രം എയും അതിൻ്റെ കൂടെ ആൻഡ് ഗേൾ ഫ്രം ബി ആകാം. അല്ലെങ്കിൽ ഓറ് ബിയിൽ ബോയ് ഇവിടെ നിന്ന് കിട്ടാം, ബിയിൽ നിന്ന് കിട്ടാം, ആൻഡ് ഗേൾ എവിടെ നിന്ന് കിട്ടാം? എയിൽ നിന്ന് കിട്ടാം. എഴുതിയ കാര്യങ്ങൾ ക്ലിയർ ആയോ? ബോയ് എയിൽ നിന്നാകാം, അങ്ങനെയാണെങ്കിൽ ഗേൾ എന്തായിരിക്കണം? ബിയിൽ നിന്നായിരിക്കണം. അല്ലെങ്കിൽ ബോയ് എവിടെ നിന്നാവാം? ബിയിൽ നിന്നാവാം. സോ ഗേൾ എവിടെ നിന്നായിരിക്കണം? എയിൽ നിന്നായിരിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണ്? 1 ബോയ് ആൻഡ് 1 ഗേൾ. എയിൽ നിന്ന് ബോയ് കിട്ടാനുള്ള ചാൻസ് 3/5. ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റു. ബിയിൽ നിന്ന് ഗേൾ കിട്ടാനുള്ള ചാൻസ് 5/8. ഓർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? പ്ലസ് ചെയ്യണം. ബിയിൽ നിന്ന് ബോയ് കിട്ടണം 3/8. ആൻഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റു. രണ്ടാമത് ഇവിടെ നിന്ന് ഗേൾ കിട്ടണം 2/5. 5ഉം 5ഉം വെട്ടാം. അപ്പോൾ ഇവിടെ ഉത്തരം 3/8 പ്ലസ് ഇവിടെ 2ഉം 8ഉം വെട്ടാം 4 പ്രാവശ്യം. സോ 3 മാത്രമേ ഉള്ളൂ മുകളിൽ. ഡിവൈഡ് ബൈ 4 × 5 20 എന്ന് വരും. ഡിനോമിനേറ്റർ സെയിം ആയിരുന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഇവിടെ സെയിം അല്ല. ഒന്നുകിൽ സെയിം ആക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ. ഞാൻ ഇപ്പോൾ ക്രോസ് ചെയ്യുന്നു. 20 × 3 എത്രയാണ്? 60 പ്ലസ് 8 × 3 24 ഡിവൈഡ് ബൈ 8 × 20 160. 60 24 84/160. നമുക്ക് വെട്ടിച്ചെറുതാക്കാം. 84 160 4ന്റെ ടേബിൾ വെട്ടിച്ചെറുതാക്കാം. 4 ടേബിൾ വെട്ടുമ്പോൾ ഞാൻ മുകളിലോട്ട് എഴുതുവാണ്
4 കിട്ടുമ്പോൾ 21/40 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന്റെ ഉത്തരം എത്രയാണ്? 21/40. ഇവിടെയുള്ള നാലാമത്തെ ചോദ്യം, അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒരു ബോയ് എങ്കിലും. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 ബോയ്. ഇത് ഞാൻ വേറെ രീതിയിൽ ചിന്തിച്ചുകൂടെ? അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്നാൽ ഒരു ബോയ് എങ്കിലും വേണം. അപ്പോൾ അതിനെ നേരെ തിരിച്ച് ഒരു ബോയും ഇല്ല എന്നെടുത്തൂടെ? ഓക്കെ, ഒരു ബോയ് ഇല്ല എന്നാണെങ്കിൽ പി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബോയ് കണ്ടുപിടിക്കുന്നതിന് പകരം പി ഓഫ് നോ ബോയ് ഇതെടുത്താൽ ശരിയാവോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ശരിയായിട്ട് 1 മൈനസ് ചെയ്യും. ഓക്കെ, അതായത് ഒരു ഇവന്റ് നടക്കാനുള്ള സാധ്യതയും അത് നടക്കാതിരിക്കാനുള്ള സാധ്യതയും തമ്മിൽ ചേർത്താൽ ആൻസർ തിരിക്കും 1 ആയിരിക്കും. അപ്പോൾ ഒരു ഇവന്റ് നടക്കാനുള്ള ചാൻസ് എൻ്റെ കയ്യിലുണ്ട്, നടക്കാതിരിക്കാനുള്ള ചാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആ കിട്ടിയ ഉത്തരം 1 മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബോയ് എങ്കിലും വേണം. എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചു. ബോയ് ഒന്നും ഇല്ലാന്ന് ചിന്തിച്ചു. ബോയ് ഒന്നും ഇല്ലാത്ത ചാൻസിന് എന്ത് ചെയ്താൽ മതി? 1 നിന്ന് കുറച്ചാൽ മതി. ബോയ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവിടെ രണ്ടും എന്തായിരിക്കും? ഗേൾ ആയിരിക്കും. അതായത് 1 മൈനസ് പി ഓഫ് ഗേൾ, അതായത് ബോത്ത് ഗേൾ ആയിരിക്കണം. പി ഓഫ് ഗേൾ ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ സോൾവ് ചെയ്ത്. എത്രയായിരുന്നു ഉത്തരം? 1/4 അല്ലേ? അപ്പോൾ 1 മൈനസ് 1/4 ഈക്വൽ ടു ആൻസർ എത്ര കിട്ടും? 3/4 എന്ന് വരും. ഓക്കെ, ഇവിടെ ഓർമ്മിക്കുക, അറ്റ്ലീസ്റ്റ് 1 ബോയ്, ഒരു ബോയ് എങ്കിലും എന്ന് പറയുമ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കാം. ബോയ് ഒന്നും ഇല്ലാത്ത കണ്ടീഷൻ ചിന്തിക്കാം. ശരിയാകാനായിട്ട് 1 മൈനസ് ബോയ് ഒന്നും ഇല്ലാന്ന് എടുക്കുക. ബോയ് ഒന്നും ഇല്ലാന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും ഉള്ളത്? ഗേൾ ആയിരിക്കും ഉള്ളത്. 1 മൈനസ് 1/4 3/4 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇത് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ചെറിയൊരു സെക്ഷൻ കൂടെ ഉണ്ട്, അതായത് ഏരിയ ബേസ് ചെയ്ത് വേണ്ട ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് 2 ഫിഗർ തരും. ജസ്റ്റ് നമുക്ക് ചെറിയൊരു കാര്യം കൂടെ ഉള്ളൂ. ഒരു ഫിഗർ തരും, ഇതിനകത്തൊരു സർക്കിൾ ഇരിപ്പുണ്ട്. ഇതിനകത്ത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ണടച്ചുകൊണ്ടൊരു കുത്തെടുക്കും. അത് ഈ സർക്കിളിനകത്ത് വരാനുള്ള സാധ്യത എത്ര? ഇവിടെ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ? ഈ സർക്കിളല്ലേ എനിക്ക് ആവശ്യമുള്ളത്. സോ ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കുക, ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ ഈ സ്ക്വയറിന്റെ ഏരിയ, ടോട്ടൽ ഏരിയ ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എപ്പോഴും ഞാൻ പ്രോബിലിറ്റി പാഠം തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞു, പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഫേവറബിൾ ബൈ ടോട്ടൽ, അതായത് ആവശ്യമുള്ളത് ബൈ മൊത്തം. ഇവിടെ എനിക്ക് സർക്കിളിനകത്താണ് ഈ കുത്ത് വരേണ്ടത്, അതായത് ആവശ്യമുള്ളത് എന്താണ്? സർക്കിളാണ്. ഡിവൈഡ് ബൈ മൊത്തം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സ്ക്വയർ ആണ്. അവരുടെ ഏരിയകളെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഇത്രയുമാണ് നമ്മുടെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന പാഠം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അടുത്ത പാഠവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.